പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു ലീഗൽ സ്റ്റേറ്റസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ ടാക്സേഷൻ എങ്ങനെയാണ്, പിന്നെ കോസ്റ്റ്, ആനുവലി വരുന്ന മെയിൻ്റനൻസ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മളിനി പാർട്ണർഷിപ്പ് ഫേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നിൽ അധികം സംരംഭകർ അല്ലെങ്കിൽ രണ്ടുപേര് പങ്കുചേർന്ന് രണ്ടോ അതിൽ കൂടുതലോ ആവാം ഒരു ടീമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് മാൻഡേറ്ററി അല്ല. എന്നാൽ അത് ഒരു എഗ്രിമെൻ്റ് ആക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പാർട്ണർഷിപ്പിൻ്റെ നിയമത്തിൽ പറയുന്നത് എഗ്രിമെൻ്റ് വേണമെന്ന് പോലും പറയുന്നില്ല, വെർബലി ആണെങ്കിലും മതി എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടമൊക്കെയും കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് വേണം. അപ്പം പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് അതിപ്പോൾ നമ്മൾ കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മൾ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കും ഈ പാർട്ണർഷിപ്പ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ഈ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയാണ് അതിനകത്തെ മാനദണ്ഡങ്ങൾ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പാർട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്ത് ആ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് 2 വിറ്റ്നസ്സും ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാലിഡായി. എന്നാണോ നമ്മൾ ഈ പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് അതായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ ഫോർമേഷൻ ഡേറ്റ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റുന്നത്.